നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. പാറ്റ് കമ്മിൻസും ഹേസൽവുഡും ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച രണ്ട് ഫാസ്റ്റ് ബോളർമാരാണ്. ഇതിഹാസ ഫാസ്റ്റ് ബോളർമാരാണ്. ഇപ്പോഴും കളിക്കളത്തിലുള്ള ഫാസ്റ്റ് ബോളർമാരാണ്. ഇന്ത്യയിൽ IPL തുടങ്ങാൻ പോവുകയാണ്. ഹേസൽവുഡ് RCBക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. കമ്മിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനാണ്. എന്നാൽ ഇപ്പോഴുള്ള ആശങ്ക ഈ രണ്ട് കളിക്കാർക്കും ചുരുങ്ങിയത് ആദ്യത്തെ കുറച്ച് കളിയെങ്കിലും കളിക്കാൻ കഴിയാതിരിക്കുമോ IPL എന്നതാണ്. ഹേസൽവുഡിന് ഇതുവരെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, മെഡിക്കൽ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഫിസിയോയുടെ നിരീക്ഷണത്തിലാണ്, ഫിസിയോയുടെ ചികിത്സയിലാണ്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ തവണ RCB ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായി ചാമ്പ്യന്മാരായപ്പോൾ 12 മത്സരത്തിൽ 22 വിക്കറ്റ് വീഴ്ത്തി RCBയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ജോഷ് ഹേസൽവുഡ്. എന്നാൽ ഹേസൽവുഡിന് 2020 ലോകകപ്പിന് തൊട്ട് മുമ്പ് പരിക്ക് പറ്റുകയും അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ടീമിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അത് ഓസ്ട്രേലിയൻ ടീമിനെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയും ചെയ്തു. ഇപ്പോൾ ആ പരിക്കിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമുക്തനായിട്ടില്ല, മെഡിക്കൽ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അതൊരു വലിയ പ്രതിസന്ധിയായി RCBയെ സംബന്ധിച്ചിടത്തോളം. RCBയാണ് മാർച്ച് 28-ന് IPLൻ്റെ ആദ്യ കളി നടക്കുമ്പോൾ RCBയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ്, ഈ രണ്ട് ടീമിൽ തമ്മിലാണ് ആദ്യത്തെ കളി. അപ്പോൾ ആ നിലയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനും ഇതേ ആശങ്കയുണ്ട്. പാറ്റ് കമ്മിൻസ് അവരുടെ ക്യാപ്റ്റനും ഹേസൽവുഡിനെ പോലെ തന്നെ, പാറ്റ് കമ്മിൻസും ഹേസൽവുഡിനെ പോലെ തന്നെ ഫിസിയോയുടെ നിരീക്ഷണത്തിലാണ്, ചികിത്സ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ പാറ്റ് കമ്മിൻസിൻ്റെ കാര്യത്തിൽ നടക്കുന്നു. എന്തായാലും ചുരുങ്ങിയത് ഈ രണ്ട് കളിക്കാരും ആദ്യത്തെ കുറച്ച് കളികളിൽ ഉണ്ടാകില്ല എന്നൊരാശങ്ക ശക്തമായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാകും, എങ്ങനെ വരും? ഇനിയും 10-16 ദിവസമുണ്ട്, 10-15 ദിവസമുണ്ട് IPL തുടങ്ങാൻ. അതിനു മുമ്പ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഹേസൽവുഡും പാറ്റ് കമ്മിൻസും പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നതാണ് വിവരം.